ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം തിങ്കളാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ദാരുണ അന്ത്യം. 6 വിദ്യാർത്ഥികളെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ആലപ്പുഴ കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ആലപ്പുഴ നിന്നും കായംകുളത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലേക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ച തവേര കാർ ശക്തിയായി ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ട് പൂർണ്ണമായും തകർന്ന വാഹനത്തിൽ നിന്നും ഏറെ പണിപ്പെട്ടാണ് ഓടിക്കൂടിയ നാട്ടുകാർ വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. കനത്ത മഴയും വാഹനത്തിന്റെ ഓവർലോഡും മൂലം തെന്നി നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം ഉണ്ടായതാവാമെന്നാണ് നിഗമനം. കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, എറണാകുളം സ്വദേശി PP മുഹമ്മദ് ഇബ്രാഹിം, മലപ്പുറം സ്വദേശി B ദേവനന്ദൻ, പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സൻ, കുട്ടനാട് കാവാലം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത്. 6 വിദ്യാർത്ഥികളെ പരുക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരുടെയും നില ഗുരുതരമാണ്. ബസ്സിലുണ്ടായിരുന്ന 4 പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹത്തിൽ ഗവർണറും മന്ത്രിമാരും അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 12:30-നാണ് ഗവർണർ മെഡിക്കൽ കോളേജിൽ എത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിനെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ വീണ ജോർജ്, P പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ക്രമീകരണങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്നു. MLA-മാരായ H സലാം, PP ചിത്തരഞ്ജൻ, തോമസ് K തോമസ് എന്നിവരും മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജനു വേണ്ടിയും ജില്ലാ ഭരണകൂടത്തിനു വേണ്ടിയും പുഷ്പചക്രം അർപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, ADM ആശാ C എബ്രഹാം, അമ്പലപ്പുഴ തഹസിൽദാർ S അൻവർ എന്നിവർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രാത്രി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് രാവിലെ 9 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കിയിരുന്നു. കാവാലം വടക്ക് 2-ാം വാർഡിൽ നെല്ലൂർ വീട്ടിൽ ഷാജി ഉഷ ദമ്പതികളുടെ മകനാണ് മരിച്ച ആയുഷ് ഷാജി. അച്ഛനും അമ്മയും ഇൻഡോറിലാണ് താമസം. ഇവർ വൈകുന്നേരത്തോടെ കാവാലത്തെത്തി. ഹോസ്റ്റലിലായിരുന്നെങ്കിലും കാവാലത്തുള്ള അച്ഛന്റെ സഹോദരൻ നെല്ലൂർ സുരേഷിന്റെ വീട്ടിൽ പലപ്പോഴും ആയുഷ് എത്തിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ ഇവിടേക്ക് ആയുഷിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ബന്ധുക്കൾക്ക് സങ്കടം അടക്കാനായില്ല. ബുധനാഴ്ച രാവിലെ 10-ന് കാവാലത്തെ നെല്ലൂർ വീട്ടിൽ വെച്ചാണ് സംസ്കാരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ മന്ത്രിതല ചർച്ച നടന്നു. ഇത്തവണത്തെ സീസണിലെ നെല്ലുവില ഈ ആഴ്ച തന്നെ നൽകി തുടങ്ങാനാവുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. കാർഷിക മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്നും വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കലുമാണ് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത്. 8 ദിവസമായി സമരം തുടരുന്ന പശ്ചാത്തലത്തിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, കുട്ടനാട് MLA തോമസ് K തോമസ്, ആലപ്പുഴ ജില്ലാ കളക്ടർ, പാടി മാനേജർ എന്നിവർ പങ്കെടുത്ത ചർച്ച നടന്നത്. ഭക്ഷ്യമന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. ഇത്തവണത്തെ സീസണിലെ നെല്ല് സംഭരണം പുരോഗമിക്കുകയാണെന്നും ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ വില ഈ ആഴ്ച തന്നെ നൽകി തുടങ്ങാനാവുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ആലപ്പുഴയിലെ കളക്ടറേറ്റിന് മുന്നിലുള്ള സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സമരസമിതിയുടെ ആവശ്യങ്ങൾ പലതും സിവിൽ സപ്ലൈസ് വകുപ്പിന് മാത്രമായി പരിഹരിക്കാവുന്നതല്ല. നെൽകർഷകരുടെ നിലവിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി, ധനവകുപ്പ് മന്ത്രി, കൃഷിമന്ത്രി, സിവിൽ സപ്ലൈസ് മന്ത്രി, കുട്ടനാട് MLA എന്നിവരുടെ യോഗം അടുത്തു തന്നെ ചേരുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് സമരപ്പന്തലിൽ വെച്ച് NKSS സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി തീരുമാനം അറിയിക്കാമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾ അറിയിച്ചു. NKSS രക്ഷാധികാരി VJ ലാലി, പ്രസിഡന്റ് റജീന അഷ്റഫ്, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, വൈസ് പ്രസിഡന്റ് വേലായുധൻ നായർ, കോർഡിനേറ്റർ ജോസ് കാവനാട് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജലനിരപ്പ് ഉയർന്നതോടെ പാടശേഖരങ്ങളിൽ വീണ്ടും മടവീഴ്ച. ചങ്ങനാശ്ശേരി പായിപ്പാട് പഞ്ചായത്തിലെ കൊല്ലത്ത് ചാത്തങ്കരി പാടശേഖരത്തിൽ ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ മടവീഴ്ചയെ തുടർന്ന് വിത നശിച്ചു.
102 ഏക്കർ വരുന്ന കൊല്ലത്ത് ചാത്തങ്കരി പാടശേഖരത്തിൽ ചൊവ്വാഴ്ച രാവിലെ 2 ഇടങ്ങളിലാണ് മടവീഴ്ചയുണ്ടായത്. വിതച്ച് 11 ദിവസമായപ്പോഴാണ് കർഷകരെ ദുരിതത്തിലാക്കി മടവീഴ്ച സംഭവിച്ചത്. 35 കർഷകരാണ് ഈ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത്. പുറംബണ്ടിന്റെ ബലക്ഷയമാണ് മടവീഴ്ചയ്ക്ക് കാരണമായതെന്ന് പാടശേഖരത്തിലെ കർഷകനും ചലച്ചിത്ര നടനുമായ കൃഷ്ണപ്രസാദ് പറയുന്നു. ഒരു വിതപ്പുറം ഒന്ന് നേരെയായി വരുന്ന ഈ സാഹചര്യത്തിൽ ഇത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കർഷകരായ എല്ലാവർക്കും ഇതിന്റെ വളരെയധികം ദുരിതവും ബുദ്ധിമുട്ടുമുണ്ട്. ആ ബുദ്ധിമുട്ട് എങ്ങനെ പറഞ്ഞു തീർക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പുറംബണ്ടിന്റെ ബലക്ഷയമാണ് ഇതിന് ഒരു കാരണം. അതോടൊപ്പം തന്നെ ഈ തോട്ടിലും അതുപോലെ ആറ്റിലും ഒക്കെയുള്ള ഡീപ്പനിങ്, അതായത് പഴയ പ്രളയത്തിൽ വന്ന എക്കല് പോലും അടിഞ്ഞ് വെള്ളം സംഭരിക്കാനുള്ള സ്റ്റോറേജ് നഷ്ടമായതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കവും അതുപോലെ ഈ പറഞ്ഞ അളകളുണ്ടായി അത് മടവീഴ്ചയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു നടപടി ഉണ്ടാവുകയും അതുപോലെ തന്നെ പെരുമ്പഴക്കടവ് പാലം ഏതാണ്ട് 15 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു സ്കെൽറ്റൻ പോലെ നിൽക്കുകയാണ്. അവിടെ 2 കുഴലിട്ട് അതിലൂടെയാണ് ഈ പായിപ്പാട്ട് ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 8-9 പാടശേഖരങ്ങളുടെ വെള്ളം ഇത് ക്രമീകരിക്കേണ്ടത്. ആ ക്രമീകരണത്തിൻ്റെ ആ സ്ഥലത്ത് ഏതാണ്ട് 3 അടി വ്യത്യാസമാണ് കിഴക്കേ പ്രദേശവും പടിഞ്ഞാറേ പ്രദേശവുമായിട്ടുണ്ട്. ഇതൊന്നും ഒരു കൃഷി വകുപ്പ് ആയിക്കോട്ടെ ഇറിഗേഷൻ വകുപ്പാവട്ടെ ഇവരാരും ഇതിനുള്ള സത്വര നടപടിയെടുത്ത് ഇതിനൊരു പരിഹാരം ഈ 15 വർഷമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ പല ഓഫീസുകളിലും പലയിടത്തും കയറി ഇറങ്ങിയിട്ട് ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. നിലമൊരുക്കി വിത പൂർത്തിയാക്കുന്ന സമയം വരെയും ഭാരിച്ച ചെലവുകളാണ് കർഷകർ അഭിമുഖീകരിക്കുന്നത്. കൊല്ലത്ത് ചാത്തങ്കരി പാടശേഖരത്തിൽ കർഷകർ ഇതിനോടകം വലിയ തുക ചെലവഴിച്ചു കഴിഞ്ഞു. 2 സ്ഥലത്ത് മട വീണത് കൂടാതെ വെള്ളം കവിഞ്ഞു കയറുന്നതും പ്രതിസന്ധിയാവുന്നുണ്ട്. കർഷകരെ സഹായിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. CPIM തകഴി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. മങ്കമ്പ പി കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച ആരംഭിച്ച പ്രതിനിധി സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പ്രകടനത്തിനും മങ്കൊമ്പ് ജംഗ്ഷനിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത്. മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം G രാമചന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. AD കുഞ്ഞച്ചൻ രക്തസാക്ഷി പ്രമേയവും ജെഫിൻ സെബാസ്റ്റ്യൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രതിനിധി സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. രാജ്യതാൽപര്യം സംരക്ഷിക്കാൻ കഴിയുന്ന, രാജ്യത്തിന്റെ അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ കഴിയുന്ന, രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന, രാജ്യത്തിൻ്റെ ഭരണഘടന കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മതേതര ജനാധിപത്യ സംവിധാനം രാജ്യത്ത് അധികാരത്തിൽ വരണം. മൂന്നാമത്തേത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം, CPIMന്റെ സ്വാധീനം ശക്തിപ്പെടണം. ഈ പറഞ്ഞ 2 കാര്യങ്ങളും നമുക്ക് ശരിയായ നിലയിൽ പ്രാവർത്തികമാക്കാൻ കഴിയണമെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIMനെ മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് നാം കഴിഞ്ഞ 3 വർഷക്കാലമായി ശ്രമിച്ചത്. പ്രക്ഷോഭങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങൾ, വിവിധ നിലവാരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങൾ, ഇതിൻ്റെല്ലാം ഭാഗമായി രാജ്യത്തെമ്പാടും വളർത്തിക്കൊണ്ടുവന്ന എണ്ണമറ്റ സമരങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളും രാജ്യത്തെ ഈ ഭീഷണമായ സാഹചര്യത്തെ മറികടക്കുന്നതിന് നമ്മുടെ പ്രസ്ഥാനത്തെയും അതുവഴി ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം S സുധിമോൻ താൽക്കാലിക അധ്യക്ഷനായ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ, നേതാക്കളായ CS സുജാത, R നാസർ, K പ്രസാദ്, H സലാം, M സത്യപാലൻ, CK സദാശിവൻ, KK ഷാജു, സംഘാടക സമിതി കൺവീനർ KG അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ബുധനാഴ്ചയും തുടരും. വ്യാഴാഴ്ച വൈകിട്ട് റെഡ് വോളണ്ടിയർ പരേഡിന്റെ അകമ്പടിയോടെ ബഹുജന റാലി നടക്കും. തുടർന്ന് മങ്കൊമ്പ് ജംഗ്ഷനിൽ ചേരുന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും.
പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സർക്കാർ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ചങ്ങനാശ്ശേരിയിൽ ഡിസംബർ 10-ന് നടക്കും. അദാലത്തിന്റെ നടത്തിപ്പിനായി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLAയുടെ അധ്യക്ഷതയിൽ ചങ്ങനാശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ആലോചനാ യോഗം ചേർന്നു. കേരളത്തിലെ എല്ലാ താലൂക്കിലും 2 മന്ത്രിമാർ പങ്കെടുക്കുന്ന അദാലത്ത് നടക്കുകയാണ്. ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുവാനും ആ പരാതികൾ ഉദ്യോഗ തലത്തിൽ തീരുമാനമെടുത്ത് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുവാനും വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി താലൂക്കിലെ അദാലത്ത് ഡിസംബർ മാസം 10-ാം തീയതി ചങ്ങനാശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് നടത്തുകയാണ്. അതിനിപ്പോൾ ഒരു സംഘാടക സമിതിയുടെ യോഗം കഴിഞ്ഞു. MLA ചെയർമാനാക്കിക്കൊണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സണും പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും മുനിസിപ്പൽ സെക്രട്ടറിയും DYSPയും ഒക്കെ അംഗങ്ങളായിട്ടുള്ള ഒരു സംഘാടക സമിതിയാണ് ഇവിടെ രൂപീകൃതമായിരിക്കുന്നത്. ഡിസംബർ 6 വരെയാണ് പരാതി കൊടുക്കേണ്ട സമയം. അതിനുശേഷം അദാലത്ത് ദിവസം കൊടുക്കുന്ന പരാതികൾക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്ന അവിടെ വെച്ച് തന്നെ തീരുമാനമെടുക്കാൻ സാധിക്കും. യോഗത്തിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഡെപ്യൂട്ടി കളക്ടർ ജിനു പുന്നൂസ്, ചങ്ങനാശ്ശേരി DYSP AK വിശ്വനാഥൻ, തഹസിൽദാർ നിജു കുര്യൻ, വിവിധ വകുപ്പുകളുടെ താലൂക്ക് തല മേധാവികൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ചങ്ങനാശ്ശേരി താലൂക്ക് ഓഫീസിൽ സജ്ജമാക്കിയിട്ടുള്ള അപേക്ഷാ കൗണ്ടർ ജോബ് മൈക്കിൾ MLA സന്ദർശിച്ചു. ഡിസംബർ 10-ാം തീയതി രാവിലെ 10 മണി മുതൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് താലൂക്ക് തല അദാലത്ത് നടക്കുക. ഡിസംബർ 6 വരെ വിവിധ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും വില്ലേജ് ഓഫീസുകൾ മുഖേനയും താലൂക്ക് ഓഫീസിൽ നേരിട്ടും പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ ബാലപഞ്ചായത്ത് രൂപീകരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി നിർവഹിച്ചു. അമ്മയും അച്ഛനുമായിട്ട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി അത് വീട്ടിൽ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. നമ്മുടെ വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുന്നുള്ളതല്ല, നമ്മൾ നേരെ ചെന്ന് നമ്മുടെ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അമ്മേ ഇന്നെന്തൊക്കെയുണ്ട്, ഇന്നെന്തൊക്കെയാണ് കഴിക്കാൻ, അടുക്കളയിൽ ഞാൻ അമ്മ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കഴുകി എടുത്ത് കൊടുത്താലും അമ്മയ്ക്ക് അത്രയും സന്തോഷമാണ്. അന്നേരം അമ്മ എന്ത് പറയും, മോള് ചെയ്യണ്ട, മോൻ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയും. അതാണ് അമ്മയുടെ സന്തോഷം, അതാണ് അമ്മയുടെ മനസ്സ്. ആ മനസ്സ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. CDS ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാന്നാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ബാലപഞ്ചായത്ത് പ്രസിഡന്റായി അമൃതയെയും സെക്രട്ടറിയായി അയന അനിലിനെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ, CDS വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ, കമ്മ്യൂണിറ്റി കൗൺസിലർ PJ പ്രജിത, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമലയിൽ എക്സൈസ് പരിശോധന ശക്തം. ഡിസംബർ 2 വരെ 197 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. 1055 കേസുകളിലായി 2.11 ലക്ഷം രൂപ പിഴ ഈടാക്കിയതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S കൃഷ്ണകുമാർ പറഞ്ഞു. ലഹരി നിരോധിത മേഖലയായ നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും പോലീസും മോട്ടോർ വാഹന വകുപ്പും ആരോഗ്യവകുപ്പും എക്സൈസും ചേർന്ന് 17 സംയുക്ത പരിശോധനകൾ നടത്തി. സന്നിധാനത്ത് 65 റെയ്ഡുകളാണ് നടന്നത്. സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചതിന് 439 കേസ് രജിസ്റ്റർ ചെയ്തു. പമ്പയിൽ എക്സൈസ് 92 റെയ്ഡുകൾ നടത്തി 370 കേസ് രജിസ്റ്റർ ചെയ്തു. നിലയ്ക്കലിൽ 57 പരിശോധനകളാണ് നടത്തിയത്. സന്നിധാനത്ത് CI G രാജീവും നിലയ്ക്കലിൽ CI ബെന്നി ജോർജും പമ്പയിൽ CI NK ഷാജിയും റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി. ലഹരി നിരോധിത മേഖലയായ ശബരിമലയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S കൃഷ്ണകുമാർ പറഞ്ഞു. എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും എക്സൈസ് വകുപ്പ് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ്, മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നത്. സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലും ഓരോ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമുണ്ട്. സന്നിധാനത്തും പമ്പയിലും അതിൻ്റെ മേൽനോട്ട ചുമതല ഒരു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്കും ഉണ്ട്. ഇത്തവണ സന്നിധാനത്ത് 24ഓളം അംഗങ്ങളുള്ള ഒരു ശക്തമായ ടീമുണ്ട്. ഞങ്ങൾ ഇതര വകുപ്പുമായി ചേർന്നിട്ട് സംയുക്ത റെയ്ഡുകൾ കാര്യക്ഷമമായി നടത്തി വരുന്നുണ്ട്. പ്രധാനമായിട്ട് ലേബർ ക്യാമ്പുകൾ, അതുപോലെ തന്നെ കടകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട്.
ഇത്തവണ ഏകദേശം നാളിതുവരെ 439ഓളം കോട്ട്പ കേസുകൾ കണ്ടെടുത്തു. അറൗണ്ട് 1 ലക്ഷത്തിലധികം ഈ ഫൈൻ ഈടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഭക്തജനങ്ങളോട് പറയാനുള്ള കാര്യം, ഈ സന്നിധാനം പൂർണ്ണമായിട്ടും ലഹരി നിരോധിത മേഖലയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അളവിൽ തന്നെ ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അത് വലിയ ശിക്ഷാ നടപടികളിലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. പരിശോധനയ്ക്കൊപ്പം കടകളിലെയും ഹോട്ടലുകളിലെയും ജീവനക്കാർക്കിടയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണവും എക്സൈസ് നടത്തുന്നുണ്ട്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിങ്ങനെ 3 എക്സൈസ് റേഞ്ചുകളായി തിരിച്ചാണ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം. സന്നിധാനത്ത് 24 എക്സൈസ് ഉദ്യോഗസ്ഥരും നിലയ്ക്കലിൽ 30 പേരും പമ്പയിൽ 20 പേരുമാണ് ജോലി ചെയ്യുന്നത്. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സൂചനാ പണിമുടക്ക് സംഘടിപ്പിക്കുവാൻ ആലപ്പുഴയിൽ ചേർന്ന കേരള കയർ സെന്റർ CITU സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഡിസംബർ 5-നാണ് പണിമുടക്ക്. കയർപിരി തൊഴിലാളികളുടെ കൂലി കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർത്തു നൽകുക, ഉൽപാദന മേഖലയിൽ IRC തീരുമാനം നടപ്പിലാക്കുക, കയർഫെഡ് മുഖേന ചകിരിക്ഷാമം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. അപ്പോൾ കേരള കയർ വർക്കേഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 5-ാം തീയതി കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന സൂചനാ പണിമുടക്കിനെ കുറിച്ചാണ് ഈ പ്രസ് കോൺഫറൻസിൽ പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും കയർ തൊഴിലാളികളുടെ കൂലി നിശ്ചയിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. കൂലി പുതുക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 240 രൂപ സൊസൈറ്റികളും അല്ലെങ്കിൽ ചെറുകിട ഉൽപ്പാദകരും, അതിനോട് ചേർത്ത് ഗവൺമെൻറ് 110 രൂപ വരുമാനം ഉറപ്പ് പദ്ധതി ഇൻകം സപ്പോർട്ട് സ്കീമിൻ്റെ ഭാഗമായി അങ്ങനെ 350 രൂപയാണ് കയർ തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ കയർ മേഖലയിൽ നിലനിൽക്കുന്ന ചില സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനമാണ് കയർ ഉൽപ്പന്നങ്ങളുടെ സിംഹഭാഗവും കൈകാര്യം ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ അത് മറ്റു പല സംസ്ഥാനങ്ങളും കൈയടക്കിയിരിക്കുകയാണ്. ജീവിത ചെലവിൽ വന്നിട്ടുള്ള വർധനവ് കണക്കിലെടുത്ത് കൂലി പുതുക്കി നിശ്ചയിക്കുക എന്ന ആവശ്യമാണ് സമരത്തിലൂടെ യൂണിയൻ ഉന്നയിക്കുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പ്രസിഡന്റ് CB ചന്ദ്രബാബു, ജനറൽ സെക്രട്ടറി KK ഗണേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുറിച്ചി പഞ്ചായത്തിലെ ടൂറിസം സ്പോട്ടായ കളമ്പാട്ടിച്ചിറയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 9-ാം വാർഡിലെ ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ശുചീകരണം. പ്രകൃതി മനോഹരമായ കളമ്പാട്ടുചിറയിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണ്. ഇതിന് പരിഹാരം തേടിയും പ്രദേശം വൃത്തിയാക്കി കളമ്പാട്ടുചിറയുടെ മനോഹാരിത നിലനിർത്തുന്നതിനുമായി 9-ാം വാർഡിലെ ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ശുചീകരണം സാധ്യമാക്കുന്നത്. പഞ്ചായത്ത് മെമ്പർ BR മഞ്ജീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് വികസന സമിതി അംഗങ്ങളായ TC ലക്ഷ്മണൻ, സാബു കോയിപ്പള്ളി, വർഗീസ്, നിബു, ജ്യോതി, ചെല്ലമ്മ, സുജിത് സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. മാന്നാറിൽ വൈദ്യുതി പോസ്റ്റിൽ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വൈദ്യുതി പോസ്റ്റിൽ ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വൈദ്യുതി പോസ്റ്റിൽ ഉണ്ടായിരുന്ന കേബിളുകളിലാണ് തീ പടർന്നത്. സംഭവം അറിഞ്ഞെത്തിയ KSCB ഉദ്യോഗസ്ഥർ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വൈദ്യുതി ലൈൻ ഷോർട്ടായി വീണ തീപ്പൊരിയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് സംശയം. K-ഫോൺ, BSNL ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികളുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കത്തിനശിച്ചു. മാവേലിക്കരയിൽ നിന്ന് അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ച് അപകടം ഒഴിവാക്കിയത്. DC-യിൽ ചങ്ങനാശ്ശേരി മേഖലാ കലോത്സവം പാറയിൽ തിരുഹൃദയ നിവാസിൽ കഴിഞ്ഞ ദിവസം നടന്നു. അതിരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി എത്തക്കാട്ട് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ദൈവമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ കണ്ടെത്താനും വളർത്താനും പരിപോഷിപ്പിക്കാനുമുള്ള ഒരു വേദിയായി ഈ ദീപിക ബാലസഖ്യം എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയുള്ളത് ജാതിമതഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ചുകൊണ്ടാവുന്ന നിങ്ങളുടെ മനസ്സിൽ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തേക്കുള്ള ഒരു മാനവീയ സ്നേഹം, അതെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു തോന്നൽ, ചിന്ത, അതൊക്കെ ഹൃദയങ്ങളിൽ ജ്വലിക്കണം, അത് പ്രചരിപ്പിക്കണം.
അത് ഈ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് മാറണം. എല്ലാവരും കൂടി ചേർന്ന് വേദിയിൽ മത്സരിക്കുന്നു, എല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഈ ഒരു വലിയ ശരീരത്തിൻ്റെ അനുഭവം ഈ ദീപിക പാഠശാലയിലൂടെ നിങ്ങൾക്കുണ്ടായതിൽ വലിയ സന്തോഷമുണ്ട്. നിരന്തരത്തിനെ ഞാൻ ആശംസിക്കുകയാണ്. DCL സെൻട്രൽ കമ്മിറ്റി അംഗം ആൻസി മേരി ജോൺ അധ്യക്ഷത വഹിച്ചു. മേഖലാ ഓർഗനൈസർ ജോഷി കൊല്ലാപുരം ആമുഖ സന്ദേശം നൽകി. 16 സ്കൂളുകളിൽ നിന്നും 400 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. DFC അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിലും DCL പ്രവിശ്യ കോർഡിനേറ്റർ വർഗീസ് കൊച്ചുകുന്നയിലും ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. LP UP വിഭാഗം ഓവറോൾ 1ാം സ്ഥാനം ചങ്ങനാശ്ശേരി സെന്റ് ആൻസും ഹൈസ്കൂൾ വിഭാഗം 1ാം സ്ഥാനം SH കിളിമലയും നേടി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.